നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. MC റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ടോറസ് ലോറി മറിഞ്ഞ് അപകടം. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൂത്താട്ടുകുളം മൂവാറ്റുപുഴ പാതയിൽ ഉന്നക്കുപ്പ വളവിലാണ് അപകടം. അരിപ്പടിയുമായി പോവുകയായിരുന്ന ടോറസ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മൂവാറ്റുപുഴ നഗരസഭ 24-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ജോയ്സ് മേരി ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഡോക്ടർ BR അംബേദ്കർ നഗറിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അംഗം KK സുബൈറിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. 1-ാം വാർഡിൽ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ റിബലായി മത്സരിക്കുന്നതിനാണ് നടപടി. 6 വർഷത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തരംഗമായി പൈനാപ്പിൾ ചിഹ്നം. സ്വതന്ത്രരും വിമതരും ഉൾപ്പെടെ പൈനാപ്പിൾ ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ഒട്ടേറെ പേർ. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വാളകത്ത് പര്യടനം നടത്തിയ UDF സ്ഥാനാർത്ഥി മാത്യൂസ് വർക്കി. പര്യടനം ആരംഭിച്ചത് കടാതിയിൽ നിന്നും. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് KM സലീം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. MC റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ടോറസ് ലോറി മറിഞ്ഞ് അപകടം. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം പാതയിൽ ഉന്നക്കുപ്പ വളവിലാണ് ചൊവ്വാഴ്ച രാവിലെ 8:30 അപകടമുണ്ടായത്. MC റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി മറിഞ്ഞ് അപകടം. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. MC റോഡിലെ കൂത്താട്ടുകുളം മൂവാറ്റുപുഴ പാതയിൽ ഉന്നക്കുപ്പ വളവിലായിരുന്നു അപകടമുണ്ടായത്. കാലടിയിൽ നിന്നും അരിപ്പടിയുമായി ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെ 8:30 ലോഡുമായി എത്തിയ ലോറി ഉന്നക്കുപ്പ വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് MC റോഡിൽ നേരിയ തോതിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൂവാറ്റുപുഴ നഗരസഭ 24-ാം വാർഡിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭ 24-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ജോയ്സ് മേരി ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഡോക്ടർ BR അംബേദ്കർ നഗറിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ഒരു നല്ല പൊതുപ്രവർത്തകൻ നല്ല വ്യക്തി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ 24-ാം വാർഡിൽ നിന്നുള്ള എന്റെ സഹോദരി സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിശ്വസിച്ച് ജോയ്സ് മേരി ആന്റണിക്ക് ഇത്തവണ ഒരു കൈത്തത്തിയിൽ വിജയം നൽകണം. നിങ്ങൾ ഇതുവരെ മനസ്സിൽ എന്താണോ ഒരു ജനപ്രതിനിധിയെ കുറിച്ച് ആഗ്രഹിച്ചത്, ആ നിലയിൽ നിങ്ങൾക്കിടയിൽ അടുത്ത 5 വർഷം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളായി ജോയ്സ് നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു 4-5 മാസം കൂടി കഴിഞ്ഞാൽ വേറൊരു നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ ചുവടുവെക്കുകയാണ്. എവിടെ? നിയമസഭയിൽ. ഈ 2 തെരഞ്ഞെടുപ്പിലും എന്തിനാണോ നമ്മൾ വോട്ട് ചെയ്തത്, എത്ര ഗൗരവത്തിലാണോ നമ്മൾ ആ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടത്, അതേ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. നഗരസഭാംഗം ജിനോ മടേക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ സ്ഥാനാർത്ഥികളും നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. കോൺഗ്രസ് അംഗം KK സുബൈറിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭ 1-ാം വാർഡിൽ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ റിബലായി മത്സരിക്കുന്ന കോൺഗ്രസ് അംഗം KK സുബൈറിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അറിയിച്ചു. 6 വർഷത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. പൈനാപ്പിൾ കർഷകരുടെ നാടായ കിഴക്കൻ മേഖലയിൽ ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പൈനാപ്പിൾ ചിഹ്നം തരംഗമാകുന്നു. പൈനാപ്പിൾ കൃഷി ജീവിതമാർഗമാക്കിയ പ്രദേശങ്ങളിൽ മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും വിമതരും ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് പൈനാപ്പിൾ ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. പൈനാപ്പിളിനോടുള്ള വൈകാരിക ബന്ധം വോട്ടർമാരിലേക്ക് എളുപ്പത്തിൽ എത്തുമെന്ന കണക്കുകൂട്ടലാണ് സ്ഥാനാർത്ഥികളെ ഈ ചിഹ്നത്തിലേക്ക് ആകർഷിക്കുന്നത്. CPM ലോക്കൽ കമ്മിറ്റി അംഗം പോലും പൈനാപ്പിൾ ചിഹ്നത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ്, കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളും പൈനാപ്പിളിന് വേണ്ടി രംഗത്തുണ്ട്. ആരക്കുഴയിലും കല്ലൂർക്കാടും 12 വീതം സ്ഥാനാർത്ഥികളും ആവോലിൽ 11 പേരും പൈനാപ്പിൾ ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്. മഞ്ഞളൂർ, പായിപ്പട, ആയവന എന്നിവിടങ്ങളിൽ 5 പേർ വീതം പൈനാപ്പിൾ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. എറണാകുളം ജില്ലാ പഞ്ചായത്ത് വാളകം ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി മാത്യൂസ് വർക്കിയുടെ വാളകം മണ്ഡലം പര്യടനം കടാതിയിൽ നിന്നും ആരംഭിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് KM സലീം പര്യടനം ഉദ്ഘാടനം ചെയ്തു. വാളകം വാളകം ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ KO ജോർജ് അധ്യക്ഷത വഹിച്ചു. വാളകം കവലയിൽ നടന്ന സമാപന യോഗം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.